എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് ഇടണം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരെണ്ണം ചേർത്താൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ 2 3 ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. സവോള നന്നായി വാടി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം, ഇപ്പോൾ ഒരു സ്പൂൺ ചേർത്താൽ മതി. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, സാധാരണ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയാണ്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല അവസാനം കുറച്ച് ചേർക്കും. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 4 വലിയ ഉരുളക്കിഴങ്ങാണ്, അത് ചെറുതായി അരിഞ്ഞതാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ തീയൊക്കെ കൂട്ടി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നന്നായി ഇളക്കണം. ഇളക്കിയ ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് വരെ, 8 മുതൽ 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വരും. ആ സമയത്ത് കുറച്ച് 1/2 കപ്പാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെക്കണം. ഇത് നമുക്ക് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം.